ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് സെഷൻ ആണ്. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ഒരു ഫൈനൽ ഓവർവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ മൊഡ്യൂളിൽ ഫുള്ള് നമ്മൾ തീം എഡിറ്റിംഗ്, കസ്റ്റമൈസേഷൻ, ഹോം പേജ് എങ്ങനെ ആക്കണം, പ്രൊഡക്റ്റ് പേജ് എങ്ങനെ ആക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അപ്പോൾ അതൊക്കെ ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു സെഷനാണ്. നമുക്ക് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സെഷനിലോട്ട് അടക്കാം. വൺസ് നമ്മുടെ ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ പ്രൊഡക്റ്റ് പേജും ഹോം പേജും ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാൻ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഹോം പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹോം പേജിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ലോഗോൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം, കറക്റ്റായിട്ടാണോ ആഡ് ചെയ്തേക്കുന്നത്, സ്പെല്ലിങ്സ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ബെസ്റ്റ് സെല്ലേഴ്സിൻ്റെ സ്ഥലത്ത് തന്നെയാണോ ബെസ്റ്റ് സെല്ലേഴ്സ് ആഡ് ചെയ്തേക്കുന്നത്, അതുപോലെ ന്യൂ അറൈവൽസ്, പിന്നെ ടെസ്റ്റിമോണിയൽസ് എല്ലാം വായിച്ച് നോക്കണം. പിന്നെ സർവീസസ്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസും കറക്റ്റായിട്ടാണോ കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവസാനം നമ്മുടെ ഇമെയിൽ സെക്ഷനും പിന്നെ നമ്മുടെ ഫൂട്ടർ സെക്ഷനിൽ നമ്മുടെ പ്രൈവസി പോളിസീസും അബൌട്ടസും കാര്യങ്ങളാണ് വന്നത്. അതെല്ലാം കറക്റ്റാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ, തിരിച്ച് മുകളിലോട്ട് വരുമ്പോൾ ഈ ഒരു 3 ഡോട്ട് നമുക്ക് കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാവിഗേഷൻ ബട്ടനാണ് വരുന്നത്. അത് നമ്മൾ തീമിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഈ നാവിഗേഷൻ ബട്ടൺ കറക്റ്റായിട്ടല്ലേ വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്നിട്ട് ഷോപ്പ് ഓൾ പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ഇതിൽ കാണിക്കും. നമ്മൾ ആഡ് ചെയ്തേക്കണ എല്ലാ പ്രൊഡക്ട്സും ഇതിൽ കാണിക്കും. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. താഴത്ത് നമ്മുടെ ഫൂട്ടർ സെക്ഷൻ ഉണ്ട്, അതും കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കോണ്ടാക്റ്റ് ക്ലിക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ കോണ്ടാക്ട് പേജ് കിട്ടും. നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ക്വയറീസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അവർക്ക് അത് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് കോണ്ടാക്ട് പേജും നമ്മുടെ ഓക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബ്ലോഗ്സും ബ്ലോഗ് പോസ്റ്റും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പേജസിൽ പോകുമ്പോൾ ഡിഫോൾട്ട് പേജസ് ചെല്ലുന്ന കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എബൌട്ടസ് കിട്ടും. അപ്പം നമ്മുടെ ഈ എബൌട്ടസ് കറക്റ്റായിട്ടാണോ എഴുതിയേക്കണത് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിൽ മാറ്റാനുള്ള കാര്യങ്ങൾ മാറ്റിയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. താഴത്ത് നമ്മുടെ ഫോട്ടോ സെക്ഷൻ ഉണ്ട്. എല്ലാം ഓക്കെ ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇനി നമുക്ക് നമ്മുടെ കാർട്ട് സെക്ഷനിലോട്ട് പോകാം. കാർട്ട് സെക്ഷനിൽ പോകുമ്പോൾ ഇവിടെ നമ്മുടെ കാർട്ട് സെക്ഷനിൽ നമ്മൾ ഇത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് കളർ, തീം, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് കിടക്കുന്നത്. ബട്ടൻ്റെ കളർ എല്ലാം കറക്റ്റായിട്ടാണ്. ലെറ്റേഴ്സ് കാര്യങ്ങൾ എല്ലാം നല്ലൊരു ഫോണ്ടിലാണ് കിടക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ കാർട്ട് സെക്ഷനിൽ പോകുമ്പോൾ ഇത് ടാക്സ്, ഡിസ്കൗണ്ട് ആൻഡ് ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ്, ഈ സാധനം നമ്മൾ മാറ്റണം. കാരണം ചെക്കൗട്ടിലല്ല നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റിൽ തന്നെ നമ്മുടെ ടാക്സ് ആഡ് ചെയ്യണുണ്ട്. അപ്പോൾ നമ്മൾ ഇതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മൾ മാറ്റണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പേജിൽ തന്നു കഴിഞ്ഞാൽ അവിടെയും ഇതുപോലെ കാണിക്കുന്നുണ്ട്. കണ്ട, ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ് അറ്റ് ചെക്കൗട്ട്. അപ്പോൾ അത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയേണ്ട ആവശ്യമില്ല. ആ 2 കാര്യങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റ് പേജിലുള്ള ആ ഒരു സംഭവം പിന്നെ നമ്മുടെ കാർട്ട് സെക്ഷനിലുള്ള ലൈക്ക് ഞാൻ കാണിച്ചു തന്ന ആ ഒരു സംഭവം രണ്ടും നമ്മൾ മാറ്റണം. ഈ കാർട്ട് സെക്ഷനിൽ നമ്മുടെ ഈ ടാക്സസ്, ഡിസ്കൗണ്ട്, ഷിപ്പിംഗ് കാൽക്കുലേറ്റർ അത് രണ്ടും മാറ്റണം. കാരണം എന്താ, നമ്മൾ ഒന്നും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ തലയിൽ ഏൽപ്പിക്കണില്ല എന്നുള്ള കാര്യം നമ്മൾ അവരെ അറിയിക്കണം. നമ്മൾ എന്ത് കസ്റ്റമറുടെ പ്രൈസ് ആണോ ആ പ്രൈസേ നമ്മൾ വാങ്ങിക്കണുള്ളൂ എന്ന് നമ്മൾ കാണിക്കണം. കാരണം അല്ലെങ്കിൽ എക്സ്ട്രാ പൈസ കാണുമ്പോൾ അവരായിരിക്കും ഓ ഷിപ്പിങ്ങിന് ഇനി വേറെ പൈസ, അപ്പോൾ നമ്മളത് എടുക്കണ്ട വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് ഡിഫോൾട്ട് തീം കണ്ടൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. വന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ടാബ് ഓണാവും. അപ്പോൾ ഈ ടാബ് ഇവിടെയാണ് നമ്മുടെ ഷോപ്പിഫൈ തീമിൻ്റെ പ്ലേസ് ഹോൾഡർ. ഇതാണ് നമ്മുടെ ഷോപ്പിഫൈ തീമിൻ്റെ പ്ലേസ് ഹോൾഡർ. അപ്പോൾ ഇവിടെ ഈ ഒരു സെർച്ച് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കാൽക്കുലേറ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാർട്ട് സെക്ഷൻ കാണിക്കും. ഓക്കെ, കാർട്ട് സെക്ഷനും നമ്മുടെ പ്രൊഡക്റ്റ് സെക്ഷനും ഇവിടെ കാണിക്കും.
അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഴുതിയേക്കണ എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റിയിട്ട് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന് അടിച്ച് തരണം. ഓക്കെ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്തല്ലേ. ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. ഓക്കെ, ഇത് എന്നിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രൊഡക്റ്റ് സെക്ഷനിലും നമ്മൾ അതുപോലെ തന്നെ മാറ്റാം. അഞ്ചെല്ലാം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സേവ് ബട്ടൺ ക്ലിക്ക്. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് നമ്മുടെ ടാബിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഇതിവിടെ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് പേജിലും ഇവിടെ മാറി ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന്. അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ തലയിലൊന്നും വെക്കണില്ല എന്നുള്ളൊരു ഫീല് അവർക്ക് കിട്ടണം. അപ്പം നമ്മുടെ വെബ്സൈറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കരുത്. അവർ എത്ര രൂപക്ക് 999 പ്രൊഡക്റ്റ് ആണെങ്കിൽ അവർ 999 കൊടുത്ത് തന്നെയാണ് അത് വാങ്ങിക്കുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അവർക്ക് ഉണ്ടാക്കണം. മനസ്സിലായോ? നമ്മൾ ഷിപ്പിംഗ് ചാർജ് എല്ലാം അതിൽ തന്നെ ആ ഒരു 999 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർ അറിയരുത്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇനി നമ്മുടെ ചെക്കൗട്ട് പേജും കൂടി ഒന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇവിടെ കസ്റ്റമൈസേഷൻ ചെക്കൗട്ട് നോക്കുമ്പോൾ ഇവിടെ മൈ സ്റ്റോർ കോൺഫിഗറേഷനിൽ ഇവിടെ കസ്റ്റമൈസേഷൻ കാണാം. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. വൺസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡെസ്ക്ടോപ്പ് വ്യൂ ആണ് വരണം, ലോഡായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് മൊബൈൽ വ്യൂവിലോട്ടാക്കാം. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ചെക്കൗട്ട് പേജ്. അപ്പോൾ ചെക്കൗട്ട് പേജ് ലൈക്ക് ഓക്കെ ആണ്, പക്ഷേ ഇവിടെ നമ്മുടെ ലോഗോ ഇല്ല. അപ്പോൾ ഈ ലോഗോ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇവിടെ ആഡ് ലോഗോ ഉണ്ട്, ലോഗോ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോഗോ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്കത് സെൻട്രലാക്കണമെങ്കിൽ സെൻട്രലാക്കാം. ഓക്കെ, റൈറ്റോ ലെഫ്റ്റോ ഇഷ്ടമുള്ള സ്ഥലത്താക്കാം. ഓക്കെ, ഞാനും സെൻറ്ററിലിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതൊക്കെ എക്സാമ്പിളായിട്ട് വന്നേക്കണതാണ് ഇതിൽ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ചെക്കൗട്ട് സെക്ഷൻ. ഇത് നമ്മൾ സേവ് ചെയ്തിടാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ സെക്ഷൻസും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് ആപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് അത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ സെക്ഷൻ അത്ര ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു, പ്രത്യേകിച്ച് ഒന്നും നോക്കാണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിൽ എല്ലാം, അതായത് നമ്മുടെ ഹോം പേജ്, പ്രൊഡക്റ്റ് പേജ്, അതൊക്കെ കറക്റ്റായിട്ടാണോ ചെയ്തേക്കണേന്ന് ചെക്ക് ചെയ്യണ ഒരു സെഷൻ ആയിരുന്നു ഇത്. അപ്പോൾ അടുത്ത മൊഡ്യൂളിൽ, നമ്മുടെ 5th മൊഡ്യൂളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണ കാര്യമാണ്. അതാണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ. അതോടുകൂടെ നമ്മുടെ വെബ്സൈറ്റ് ഫുൾ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ നേടിയെടുക്കണേണ്. അപ്പോൾ അടുത്ത മൊഡ്യൂളും കൂടി ഉള്ളൂ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്ന് മെസ്സേജ് അയക്കുക. കമ്മ്യൂണിറ്റിയിൽ ആൾക്കാരുണ്ട്. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ള കാര്യം. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും ഇടുക. അതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ പെയ്ഡ് ആയിട്ടുള്ള സർവീസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ടീം ചെയ്യുന്നുണ്ട്. ഷോപ്പിഫൈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ ചെയ്തു തരേണ്ടതായിരിക്കും. നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരേണ്ടതായിരിക്കും. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്, ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ.